2025-26 വർഷത്തേക്കുള്ള +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒട്ടനവധി സംശയങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഒരാശ്വാസവുമായി എത്തുകയാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസിൻ്റെ ചാർജുള്ള ശ്രീ ഫാസിൽ സാർ. ഈ വർഷത്തെ +1 അഡ്മിഷനിലേക്കുള്ള അപേക്ഷാ സമർപ്പണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. മെയ് 14-ാം തീയതി മുതൽ മെയ് 20-ാം തീയതി വരെയാണ് അപേക്ഷാ സമർപ്പണത്തിനുള്ള കാലാവധി. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നടത്തേണ്ടത്. നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലോ അതല്ലെങ്കിൽ നെറ്റ് സ്പോട്ടുകളിലോ നിങ്ങൾക്ക് അപേക്ഷാ സമർപ്പണം നടത്താവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി ആവശ്യമുള്ള രേഖകളും അതേപോലെ വിവരങ്ങളും നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ കരുതേണ്ടതാണ്. നിങ്ങളുടെ മെയിൽ ID, അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, മറ്റ് രേഖകൾ എല്ലാം കയ്യിൽ കരുതിയതിന് ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾ എവിടെ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിലും കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കുന്നതായിരിക്കും. അപേക്ഷാ സമർപ്പണത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായി HSCAP ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്വേഡ് കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ അവസാനിച്ചാലും ആവശ്യമുള്ളതായതുകൊണ്ട് അത് കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ സെറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്ലൈ ഓൺലൈൻ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രേഖപ്പെടുത്താനുള്ള കാര്യങ്ങൾ വരും. അവിടെ സ്കീം സെലക്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ വർഷം SSLC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2024-25 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. 01 എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. CBSE ICSE കുട്ടികളാണെങ്കിൽ ഈ കോഡിൽ വ്യത്യാസമുണ്ടാകും. അതിനനുസരിച്ച് കോഡ് സെലക്ട് ചെയ്യുക. ശേഷം പഠിച്ച സ്കൂൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പഠിച്ച സ്കൂളിൽ അപേക്ഷ നൽകുന്നതിന് പ്രത്യേകം പോയിന്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ആവശ്യമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, താലൂക്ക് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. പഞ്ചായത്തിനും താലൂക്കിനും അതിൻ്റേതായിട്ടുള്ള ബോണസ് പോയിന്റ് ഉണ്ടായിരിക്കും. ആവശ്യമുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബോണസ് പോയിന്റിന് അർഹതയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഏത് ഇനത്തിനാണോ ഗ്രേസ് മാർക്ക് ലഭിച്ചത് അത് ഇവിടെ പരിഗണിക്കുന്നതല്ല. ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ബോണസ് പോയിന്റിന് അർഹതയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ അവസരത്തിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിന് കൃത്യമായ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതണം. കലാകായിക മത്സരങ്ങൾ, ശാസ്ത്രമേളകൾ തുടങ്ങിയവയിലുള്ള ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലുള്ള പാർട്ടിസിപ്പേഷൻ, ഗ്രേഡ് തുടങ്ങിയവയാണ് ഇതിൽ രേഖപ്പെടുത്തേണ്ടത്. കൂടാതെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, SPC ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയും ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്. തുടർന്ന് SSLC എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായി അവിടെ കാണാവുന്നതാണ്. CBSE ICSE കുട്ടികളാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി ആദ്യത്തെ സെക്ഷൻ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ വേണ്ടത് ആ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സന്ദർഭമാണ്. സ്കൂൾ ഓപ്ഷൻ നൽകുന്നത് വളരെ കൃത്യമായും സൂക്ഷ്മമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ നൽകാവൂ. അതിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കുന്നതിനും
അഡ്മിഷൻ മറ്റേതെങ്കിലും സ്കൂളുകളിലേക്കായി പോകുന്നതിനും കാരണമാകും. ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്, സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുന്നത് നന്നാവും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നൽകേണ്ടത്. തുടർന്ന് സെക്കൻഡ് ഓപ്ഷനിലും തേർഡ് ഓപ്ഷനിലും അങ്ങനെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സ്കൂൾ കോഡ് അതേപോലെ കോമ്പിനേഷൻ കോഡ് എന്നിവ മാറിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കോമ്പിനേഷനുകളിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ 3 സബ്ജക്റ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് സയൻസ് ഓപ്ഷനാണ് ആദ്യം വേണ്ടതെങ്കിൽ ആദ്യത്തെ ഓപ്ഷനുകളിലെല്ലാം സയൻസ് ലഭിക്കുന്ന സ്കൂളുകളിൽ നൽകേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഉയർന്ന മാർക്കുണ്ടെങ്കിൽ പോലും അഡ്മിഷൻ ലഭിക്കാനായി പരമാവധി ഓപ്ഷനുകൾ എൻ്റർ ചെയ്യാനായി ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിനായി ഡേറ്റ്, സർട്ടിഫിക്കറ്റ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ അക്ഷയയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകളിലോ നിന്നാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ ഈ സമർപ്പിച്ച അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഏറ്റവും അവസാനം മാത്രമേ ഫൈനൽ സബ്മിഷൻ നൽകാവൂ. ഫൈനൽ സബ്മിഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഈ അപേക്ഷയിൽ മാറ്റത്തിരുത്തലുകൾ സാധ്യമല്ല. അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതി കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഫൈനൽ സബ്മിഷൻ വീണ്ടും നൽകുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയില്ല. തെറ്റുകൾ കൂടാതെ എല്ലാവരും അപേക്ഷാ സമർപ്പണം നടത്തുക. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളുകളും കോമ്പിനേഷനുകളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനം. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക.